നമസ്കാരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെഞ്ഞാറമൂട് കൊലക്കേസിൽ പ്രതി അഫാനെ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ നിന്നും പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും നിലവിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് അഫാൻ. അതുകൊണ്ട് തന്നെ കർശനമായ സുരക്ഷാ വലയത്തിൽ പ്രത്യേക CCTV ഉൾപ്പെടെയുള്ള സെല്ലുകളിലാണ് അഫാനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. അതായത് അതീവ സുരക്ഷിതമായ സെല്ലുകൾ. അവിടെ 24 മണിക്കൂറും 24/7 പോലീസ് ഉദ്യോഗസ്ഥരുടെ മോണിറ്ററിംഗ് ഉണ്ടാകും. അഫാൻ എങ്ങോട്ട് തിരിയുന്നു, എങ്ങോട്ട് പോകുന്നു എന്നടക്കം പോലീസുകാർ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനടക്കം ഇനിയും കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അധികം താമസിയാതെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുന്നത്. ഇതിനിടെ പ്രതിയുടെ മനോനില പരിശോധിക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ സെല്ലിലേക്കാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. അഫാന്റെ മനോനിലയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയതിനു ശേഷമേ കസ്റ്റഡിയിൽ വാങ്ങുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ വെച്ച മനോരോഗ വിദഗ്ധർ അടക്കം പറഞ്ഞിരുന്നു അഫാന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന്. മനോരോഗ വിദഗ്ധർ അടക്കം പോലീസിന് ഒരു റിപ്പോർട്ട് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ താൻ കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചുവെന്നും താനും മരിക്കുമെന്നും അഫാൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ അഫാന് വൻ സുരക്ഷയാണ് ഉദ്യോഗസ്ഥർ ഒരുക്കിയിരിക്കുന്നത്. പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയ അഫാനെതിരെ 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവിധ വെഞ്ഞാറമൂട്, പാങ്ങോട് ഉൾപ്പെടെയുള്ള പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു യോഗം ചേരുന്നുണ്ട്. അതായത് അഫാനെ കസ്റ്റഡിയിലെടുത്ത് കൊല നടന്ന വീടുകളിൽ പോയി തെളിവെടുപ്പ് നടത്തേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ തെളിവെടുക്കണം, ഏത് രീതിയിൽ തെളിവെടുക്കണം, അതിന്റെ ചിത്രീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നതതല ചർച്ച, ഒരു ഉന്നതതല മീറ്റിംഗ് ഇന്ന് ഡിവൈഎസ്പി വൈകുന്നേരത്തോടു കൂടി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അഫാനൊപ്പം സെല്ലിൽ മറ്റൊരു തടവുകാരനും കൂടെയുണ്ട്. സദാ നിരീക്ഷണമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. മാതാവ് സൽമാ ബീവി, അനുജൻ അഫ്സാൻ, കാമുകി ഫർസാന എന്നിവരെ കൊലപ്പെടുത്തിയതിനാലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 24-നായിരുന്നു അഫാൻ കൂട്ടക്കൊലപാതകം നടത്തിയത്. പിതൃമാതാവ് സൽമാ ബീവിക്ക് പുറമെ പിതൃ സഹോദരൻ ലത്തീഫ്, അമ്മ സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയാണ് അഫാൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. രാവിലെ 10-നും 6-നും ഇടയിലായിരുന്നു 5 കൊലപാതകങ്ങൾ തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. പിന്നാലെ അഫാൻ സ്വയം പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയായിരുന്നു. എലിവശം കഴിച്ചു എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയതെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകുന്നുണ്ട്. കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കുടുംബം ഒന്നായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചുവെന്നും ഉമ്മയ്ക്കും സഹോദരനുമൊപ്പം താനും ജീവനൊടുക്കാനായിരുന്നു പദ്ധതിയെന്നും പ്രതി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഇത്ര കോടി രൂപ കടം, അതായത് 65 ലക്ഷം രൂപ കടമുണ്ട് എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. അതായത് ഇത്രയും കോടി കടം എങ്ങനെ ഇവർക്ക് ഉണ്ടായി എന്ന് അടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ഒരു ദൂർത്ത് എന്ന രീതിയിലേക്കാണ് അഫാനും അഫാന്റെ അമ്മയും ജീവിച്ചത് എന്നടക്കമാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൂടാതെ അഫാന്റെ മൊഴിയും അഫാന്റെ പിതാവിന്റെ മൊഴിയും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യാനും അതിനുശേഷം അഫാനെയും അഫാന്റെ പിതാവിനെയും കൂടെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു ചർച്ചയാണ്, അങ്ങനെ ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അതിനുവേണ്ടി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇടകേറി ഒരു പരിശോധന നടത്തി ഒരു ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ ഒരു ചോദ്യാവലി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം അഫാന്റെ അമ്മ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വരുന്ന മുറയ്ക്ക് ഇവരെയും കൂടെ ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്ത് നിന്നും നടത്തുന്നുണ്ട്. കാരണം ഈ അഫാനെയും അഫാന്റെ അച്ഛനെയും അഫാന്റെ അമ്മയും ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ 3 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിലേക്ക് പോവാനുള്ള കാരണം, പ്രധാന കാരണം എന്താണെന്നും അതിനുശേഷം അഫാൻ ഈ ചുറ്റിക പ്രയോഗിക്കാനുള്ള ചിന്ത എങ്ങനെ വന്നു, കാരണം പല രീതിയിൽ ആക്രമണങ്ങൾ നടത്താം, പക്ഷേ ചുറ്റിക എന്തുകൊണ്ട് അഫാൻ തിരഞ്ഞെടുത്തു എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരം കിട്ടിയതുണ്ട്. അപ്പോൾ ഇതടക്കം അഫാന്റെ അച്ഛനെയും അമ്മയും അഫാനെയും ഒക്കെ ചോദ്യം ചെയ്താൽ മാത്രമേ വലിയൊരു ചുരുൾ ഇനി അഴിഞ്ഞ് പുറത്തേക്ക് വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.